ഇനി അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്നത് HTTP റിക്വസ്റ്റിന്റെ വേറെ മെത്തേഡാണ് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അപ്പൊ ഡിലീറ്റ് മെത്തേഡ് നമുക്ക് എങ്ങനെ ഇതിനകത്തോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം? സോ ഫസ്റ്റ് നമുക്ക് ബാക്ക് എൻഡിനകത്തോട്ട് പോയിട്ട് app.js കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു app.use-നകത്ത് ആക്സസ് കൺട്രോൾ എലോ മെത്തേഡ്സിന് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഹെഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഡയറക്റ്റ് ഫോളോ ചെയ്ത് പോവാം. ഞാൻ കോഡ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ കോഡിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ app.delete എന്ന് പറഞ്ഞൊരു പുതിയൊരു APIയുടെ എൻഡ് പോയിന്റ് ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. റിമൂവ് യൂസർ പ്ലേസസ് /id. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. സോ നമുക്ക് എങ്ങനെ പ്ലേസസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലേസസ് എടുത്തിട്ട് നമ്മൾ ആ പ്ലേസസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ സെലക്ട് ചെയ്ത പ്ലേസിന്റെ ID മാത്രം പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ APIയുടെ ബാക്കെൻഡിനകത്താണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ID മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ, ഫ്രണ്ട് എൻഡിൽ ID മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ് ID എന്ന് പറയുന്നത് നമുക്ക് റിക്വസ്റ്റ് പാരാംസ് ID. ഓക്കെ, അവിടെ നിന്ന് ID നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് യൂസർ പ്ലേസസ് JSON എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഓക്കെ, ഇതിലാണ് നമ്മൾ പ്ലേസസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. ആ ഫയല് നമ്മൾ റീഡ് ചെയ്യുക. ആ ഫയൽ നമ്മൾ റീഡ് ചെയ്തിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും? നമ്മൾ അത് JSON-ലേക്ക് പാർസ് ചെയ്യും. അപ്പൊ ഈ കിട്ടുന്ന പ്ലേസസ് എന്ന് പറഞ്ഞാൽ ഒരു അറേ ലിസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ അപ്ഡേറ്റഡ് പ്ലേസസ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേസ് ID-യും ഈ ഇവിടെ വരുന്ന പാസ് ചെയ്യുന്ന ID-യും കൂടെ നോക്കും. അത് രണ്ട് ഈക്വൽ അല്ലെങ്കിൽ അത് മാത്രം കളഞ്ഞിട്ട് ബാക്കി എല്ലാത്തിലും ഫിൽട്ടർ ചെയ്ത് സെറ്റ് ചെയ്യുക. അതായത് place.id-യും രണ്ടും ഈക്വൽ അല്ലെങ്കിൽ അത് മാത്രം ഇടുക, ഈക്വൽ ആണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ അത് ഫിൽട്ടർ ചെയ്ത് നമ്മൾ അപ്ഡേറ്റഡ് പ്ലേസസ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇതിന്റെ ലെങ്ത് ചെക്ക് ചെയ്യും. places.lengthും അപ്ഡേറ്റഡ് പ്ലേസസ് ലെങ്ത് ഇതുണ്ടെങ്കിൽ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇവിടെ പ്ലേസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഇത് രണ്ടിന്റെ ലെങ്തും സെയിം ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ ഈ അപ്ഡേറ്റഡ് പ്ലേസ് ഉണ്ടല്ലോ, അതായത് ഈ ഫിൽട്ടർ ചെയ്ത പ്ലേസസിനെ പിടിച്ച് നമ്മൾ വീണ്ടും ഈ യൂസർ places.json-നകത്തോട്ട് റൈറ്റ് ചെയ്ത് അങ്ങ് വിടും. സോ പ്ലേസ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. സോ ഈ കോഡ് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് ഇടുക. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു API എൻഡ് പോയിന്റ് ആണല്ലോ എഴുതിയിരിക്കുന്നത് ബാക്ക് എൻഡിനകത്ത്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫ്രണ്ട് എൻഡിനകത്ത് API service.js ഫയൽ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു ഡിലീറ്റ് സെലക്ടഡ് പ്ലേസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യും. അതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഒരു പുതിയൊരു API എഴുതും. അതിൽ സ്ലാഷ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എന്താണോ നമ്മുടെ ID, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലേസിന്റെ ID ആയിരിക്കും ഇവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, മെത്തേഡ് ഡിലീറ്റ് തന്നെ ആയിരിക്കും, ബാക്കിയെല്ലാം ഇവിടെ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഈ API നമ്മൾ എവിടെയാണ് വിളിക്കേണ്ടത്? നമ്മളിവിടെ ഹാൻഡിൽ റിമൂവ് പ്ലേസസ്, അതായത് ഈ റിമൂവ് സെലക്ട് ചെയ്യുന്ന പ്ലേസസിനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഹാൻഡിൽ റിമൂവ് പ്ലേസസ് എന്ന് പറഞ്ഞ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇവിടെ API എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ ട്രൈ ക്യാച്ച് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ അവൈറ്റ് നമ്മുടെ ഡിലീറ്റ് സെലക്ടഡ് പ്ലേസസ് ഈ ഒരു ഫംഗ്ഷന് നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. അതിൽ നമ്മളുടെ selected.current.id നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലേസിന്റെ ID ആണ് ഇവിടെ എല്ലാം പാസ് ചെയ്യുന്നത്. സോ ഫ്രണ്ട് എൻഡിൽ ഈ ID മാത്രം പാസ് ചെയ്താൽ മതി, ബാക്കി എല്ലാം ബാക്ക് എൻഡിലാണ് ചെയ്യുന്നത്. അതായത് JSON ഫയൽ റീഡ് ചെയ്യുന്നു, അറേനെ ഫിൽട്ടർ ചെയ്ത് പിന്നെ ഒന്നേന്ന് ആ അപ്ഡേറ്റ് JSON ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്ത് വിടുന്നു. അതെല്ലാം ബാക്ക് എൻഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇത്രയും നമ്മൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ഓൾറെഡി റീഫ്രഷ്ഡ് ആണ്. ആഫ്രിക്കൻ എടുത്ത് കേരള ബാക്ക് വാട്ടേഴ്സ് എടുത്ത്. ഞാൻ ഇനി ഇത് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റിന്റെ API വിളിച്ചിട്ടുണ്ട്. നമ്മൾ പാസ് ചെയ്യുന്ന ID എന്ന് പറയുന്നത് ഇതൊരു കൊറി പാരാംസ് ആയിട്ടാണ് പോകുന്നത്. P14 ആണ് അതിന്റെ ID നമ്പർ. അപ്പൊ ഇവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെസ്പോൺസ് ഇവിടെ പ്ലേസ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്.
ഇനി നമുക്ക് ഫയലിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ P15 ഉണ്ട്, P14 നോക്കാം. P14 ഇല്ല, അപ്പൊ അവിടെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത ഞാൻ ഹിമാലയൻ പീക്സ് എടുത്ത് കളയുകയാണെങ്കിൽ ഇതിൽ വരികയാണെങ്കിൽ ആ ഹിമാലയൻ പീക്സ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല. അപ്പൊ ഈ ഒരു പ്ലേസും കൂടെ ഒന്നും കൂടെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ എം ടി ആയി. ഓക്കെ, സോ ഇതെല്ലാം ബാക്ക് എൻഡിലാണ് ഇത് പ്രോസസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഫ്രണ്ട് എൻഡിൽ ID മാത്രം പാസ് ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് ഡിലീറ്റ് മെത്തേഡിന്റെ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ബാക്ക് എൻഡിനകത്തോട്ട് പോയിട്ട് നമ്മൾ ഹെഡേഴ്സിൽ നമ്മളിവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ആപ്പ് ഡോട്ട് ഡിലീറ്റിന്റെ കോഡ് നമ്മൾ റൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം റൈറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ID പാസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ ബാക്ക് എൻഡിനകത്താണ് പ്രോസസ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ API സർവീസിനോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ഫംഗ്ഷന് വേണ്ടി. ഇവിടെ മെത്തേഡ് ഡിലീറ്റ് നമ്മൾ പുതിയൊരു URL കൊടുക്കുന്നു. എന്നിട്ട് ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹാൻഡിൽ റിമൂവ് പ്ലേസിന്റെ കോഡിനകത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ ദെൻ ബൈ.